everyone, this is the second part which is the most interesting part of my എറണാകുളം ട്രിപ്പ്. അപ്പോൾ നമ്മൾ റിസപ്ഷനിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ ഞാനൊരു ഊബർ വിളിച്ചിട്ട് റൂമിൽ വന്ന് പാക്കേജൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് സാരിയൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു 2 night സ്റ്റേ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, ബഹളവും പാട്ടും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങിയത് എപ്പോഴാണെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് രാവിലെ നമുക്ക് നമ്മുടെ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി തന്നെ നമ്മൾ നേരത്തെ എഴുന്നേറ്റു, ഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് പോയി. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഗുഡ് മോർണിംഗ് ആൻഡ് ദിസ് ഈസ് ലൈക്ക് ഡേ 3. എറണാകുളം കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഗെറ്റ് ടുഗെദറിനായിരുന്നു. ആൻഡ് നമ്മളിപ്പോൾ ഉള്ളത് ക്ലാസിക് ഫോർട്ടിലാണ്. ആൻഡ് എവിടെങ്കിലുമൊക്കെ പോകണമെന്നൊക്കെ ഉണ്ട്. ലെറ്റ്സ് സീ. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ഹായ് പറ. അപ്പൊ നമ്മൾ ബുക്ക് ചെയ്തത് ക്ലാസിക് ഫോർട്ടിലെ ഒരു സ്വീറ്റ് ആയിരുന്നു. ആൻഡ് ലെറ്റ് മീ ഷോ യു ദി what to say, the room tour. നമുക്കിവിടെ ഡോറ് വരുന്നുണ്ട്, ലൈക്ക് എൻട്രൻസ്. ആൻഡ് ദെൻ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. നൈസ് കൂൾ വാഷ്റൂം. And we are going to spend 2 nights here. ഒരു TV. നമ്മൾ ഇന്നലെ കുടിച്ചതിൻ്റെയും കഴിച്ചതിൻ്റെയും ഒക്കെ ബാക്കിയാണ് കേട്ടോ. ദിസ് ഈസ് ദി ലൈക്ക് എ സിറ്റിംഗ് ഏരിയ. ആൻഡ് ഇവിടെ ഒരു ഇതാണ് നമ്മുടെ റൂം. നമ്മൾ എക്സ്ട്രാ ബെഡ് ഇട്ടിട്ടുണ്ട്. ആൻഡ് 4 in 1 room. നമ്മള് കോഫി ഇട്ടില്ലല്ലോ. ഇട്ടത് അറിയാതെ വന്നതാ. പിന്നെ ഇവിടെ ഒരു TV വീണ്ടും കൊടുത്തിട്ടുണ്ട്. then we have ഒരു ലോക്കറും ഒക്കെ. ഇവിടെ ഫുൾ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ ഊരിയിട്ടേക്ക് വേണം. then ഇവിടെയും ഒരു വാഷ്റൂം ഉണ്ട്. ഓക്കെ, പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഇപ്പൊ ഒരു സമയം 8:30 ആയിട്ടേ ഉള്ളൂ. ബട്ട് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഫോട്ടോ വെച്ചു, അങ്ങനെ കുറച്ച് പ്ലാൻ. സോ ലെറ്റ്സ് സീ. ആൻഡ് നമുക്കിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. നമ്മൾ നിന്നത് 5th floor ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ലിഫ്റ്റിൽ കയറി നമ്മൾ താഴേക്ക് വന്നു. ഇതായിരുന്നു നമ്മുടെ ബൊഫെ, ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ഏരിയ. ആൻഡ് ഇവിടെ ആയിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. 2 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പൂരി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ദിവസം ഇഡ്ഡലി, സാമ്പാർ, 2 kind of ചമ്മന്തി, ഇത് എന്താ എന്ന് പറയുന്ന റവ ഉപ്പുമാവ്, അതുപോലെ വെജിറ്റബിൾ കുറുമ. പിന്നെ ഒരു ദിവസം ആയിരുന്നു ചിക്കൻ ബ്രെഡും ചിക്കൻ സ്റ്റൂവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോൺഫ്ലേക്സ്, പിന്നെ സ്വീറ്റിനായിട്ട് കേസരി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എഗ്ഗ്, പിന്നെ മിൽക്ക് ഉണ്ട്, അതുപോലെ ചായയും കോഫിയും ഉണ്ട്, പിന്നെ കട്ട് ഫ്രൂട്ട്സ്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ പൂളിൽ ഇറങ്ങാം എന്നുള്ളതായിരുന്നു പ്ലാൻ. കാരണം അവിടുത്തെ പൂൾ ടൈമിങ് 9 to 7 എന്തോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോകാനുള്ള പ്ലാനിങ് ഉള്ളതുകൊണ്ട് എന്തായാലും പൂള് കയറാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടോപ്പ് ഫ്ലോറിലായിരുന്നു പൂള്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ പൂളിൽ ഇറങ്ങാം എന്നുള്ള ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ മുകളിലേക്ക് വന്നു. അവിടെ ക്ലീൻഡ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ താഴെ റിസപ്ഷനിൽ വിളിച്ച് അവിടെ ക്ലീൻ ആക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അവർ ക്ലീൻ ആക്കി തന്നു. പിന്നെ നമ്മൾ പൂളിൽ കുറേ നേരം ഒരു 2 hours സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ച് റൂമിലേക്ക് പോയത്. പൂളിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ ആയിരുന്നു, സിറ്റിയുടെ ഒരു വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല വെയിലായത് കൊണ്ട് നമ്മൾ സൺസ്ക്രീൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫേസിൽ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, പൂളിലേക്ക് ഇറങ്ങിയത്. എന്നാലും നമ്മൾ അത്യാവശ്യം ടാൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ടാൻ ആയപ്പോൾ അപ്പം തന്നെ നമ്മൾ ഇറങ്ങി വന്നിട്ട് ഫേസ് പാക്കൊക്കെ ഇട്ടിരുന്നു. നമ്മളിട്ട ഫേസ് പാക്ക് കോഫിയും
കോഫി പൗഡറും അത് വെള്ളത്തിലോ പാൽപ്പൊടിയിലോ എന്തോ മിക്സ് ചെയ്താണ് നമ്മൾ ഫേസിലിട്ട്. അത്യാവശ്യം അതൊരു ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ ലഞ്ച് നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത് അവിടെ തന്നെ കഴിക്കാമെന്നാണ് ഫിക്സ് ചെയ്തത്. അതിന് ശേഷം ഒന്ന് വെയിലൊക്കെ ഒന്ന് കുറയുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം എന്നാണ്. നമ്മൾ ഫിഷ് ബിരിയാണി മേടിച്ചു, കപ്സ, അതുപോലെ ഫഹം, അങ്ങനെ കുറച്ച് ഐറ്റം. പിന്നെ ഒരാൾ വെജ് ആയതുകൊണ്ട് അവൾ പനീർ ഒരു ബിരിയാണിയാണ് മേടിച്ചത്. പിന്നെ നമ്മൾ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്തിട്ട് നമ്മുടെ പ്ലാൻ ഫോർട്ട് കൊച്ചിയാണ് ഫസ്റ്റ്. നമ്മളൊരു ഊബർ ബുക്ക് ചെയ്ത് അവിടുന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി. അപ്പോൾ ഇതിൽ ഒരാൾ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നതാണ്. അപ്പോൾ ആളുടെ എറണാകുളം ട്രിപ്പ് ഫസ്റ്റ് ടൈം. ലൈക്ക് ആൾ എറണാകുളത്ത് വന്നിട്ടുണ്ട് എന്തോ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ. അതല്ലാതെ എറണാകുളം ഫോർട്ട് കൊച്ചി മറൈൻ ഡ്രൈവ് അങ്ങനെ കറങ്ങിയിട്ടില്ല. പിന്നെ എന്തോ ലുലുവിൽ ഞാൻ വന്നിട്ടുള്ളൂ. അപ്പം ആൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും എല്ലാ ഫോർട്ട് കൊച്ചിയും മറൈൻ ഡ്രൈവും ഒക്കെ കാണണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് ഫസ്റ്റ് എത്തി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ റോം ചെയ്തു, ചില ഷോപ്സിലൊക്കെ കയറി, അങ്ങനെ കുട്ടി കുട്ടി വള മാല അങ്ങനത്തെ ഉള്ള ഏരിയസിലൊക്കെ പോയി. പിന്നെ നമ്മൾ അവിടുന്ന് ദ ഫേമസ് കാശി കഫേയിലേക്കാണ് കയറിയത്. നമ്മൾ ഓൾറെഡി അവിടുത്തെ ചോക്ലേറ്റ് കേക്ക് ട്രൈ ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മൾ കാശി കഫേയിലേക്കാണ് ഫസ്റ്റ് കയറിയത്. പിന്നെ അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ലൈക്ക് ദ ചോക്ലേറ്റ് കേക്ക്, പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ് ക്യാപുച്ചിനോ ആൻഡ് ഐസ്ഡ് ടീ. പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. കുറേ സ്പോട്ട് ഉണ്ടല്ലോ ഫോർട്ട് കൊച്ചിയിൽ, അങ്ങനെ നമ്മൾ കുറേ സ്പോട്ട് കവർ ചെയ്തു, ഫോട്ടോസ് എടുത്തു, കഫേയിലും കയറിയിട്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമിൽ വാട്ടർ മെട്രോ കയറി. അപ്പം നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈം ആയിരുന്നു വാട്ടർ മെട്രോ കയറുന്നത്. അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വാട്ടർ മെട്രോ കയറി ഹൈക്കോർട്ടിലേക്ക് ഇറങ്ങി. ദെൻ അവിടുന്ന് നടന്നിട്ട് മറൈൻ ഡ്രൈവിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ മറൈൻ ഡ്രൈവിൽ എത്തിയപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് കാശി കഫേ. ആൻഡ് ഇവരുടെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ഭയങ്കരമാണ്. ആൻഡ് വാട്ട് ഐ ഫെൽറ്റ് വാസ് കുറച്ച് അധികം എക്സ്പെൻസീവ് ആണ്. ആൻഡ് ആ ഒരു എക്സ്പെൻസീവിന് ഉള്ള ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കും ഫ്രണ്ട്സിനും ഉള്ളതായിട്ട് തോന്നിയില്ല. ഫുഡ് വാസ് ലൈക്ക് ഓക്കെ എന്നേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റി ആണ്, എക്സ്ട്രീംലി ഭയങ്കര അടിപൊളിയാണ്. വൺസ് ട്രൈ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. ആ കേക്കും എനിക്കൊരു ഹോം മെയ്ഡ് കേക്കിൻ്റെ ഒരു എഫക്റ്റാണ് കിട്ടിയത്. ഓക്കെ എന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഐസ്ഡ് ടീ ഇഷ്ടമായിട്ട് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഹോട്ട് ചോക്ലേറ്റും ക്യാപുച്ചിനോ വാസ് ഫൈൻ. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. 200, 250, 300 അങ്ങനത്തെയാണ് എല്ലാ റേഞ്ചും പോകുന്നത്. ഈവൻ എനിക്ക് തോന്നുന്നു ഒരു ലെമൺ സോഡ ലൈമിനും അത്രയും തോന്നുന്നുണ്ട്, 190 സംതിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് റേറ്റ് പോകുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിന് പോകത്തല്ല. പക്ഷേ സ്ഥലം ഇൻറ്റീരിയേഴ്സ് ഒക്കെ അടിപൊളിയാണ്. അത് വൺസ് ഒരു വിസിറ്റ് ചെയ്യാം എന്നുള്ള ഒരു സംഭവമുണ്ട്. അകത്ത് കൊടുത്തേക്കുന്ന ഇൻറ്റീരിയറും അതുപോലെ. ഇതാണ് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിരുന്ന ചോക്ലേറ്റ് കേക്ക്. ആൻഡ് വി ട്രൈഡ് ദാറ്റ്. ഇതിൻ്റെ ടേസ്റ്റ് പറയുമ്പോൾ ആ കേക്ക് മാത്രമായിട്ട് കഴിച്ചാൽ എനിക്ക് നമ്മുടെ എന്തോ ഒരു ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ കൂടിയ ഒരു ടേസ്റ്റാണ്. പക്ഷേ ചോക്ലേറ്റ് ആ സിറപ്പുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഗുഡ്, നല്ലതാണ്. നല്ല ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ആൻഡ് പിന്നെ നമ്മൾ ട്രൈ ചെയ്ത ഹോട്ട് ചോക്ലേറ്റ് ആണ്. ഹോട്ട് ചോക്ലേറ്റ് വാസ് ഓൾസോ ഫൈൻ, നല്ലതായിരുന്നു. ക്യാപുച്ചിനോ നോർമൽ എല്ലായിടത്തും കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഐസ്ഡ് ടീ കാണാൻ ഭയങ്കര ലുക്ക് ഉണ്ടായിരുന്നെങ്കിലും ടേസ്റ്റ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. This was good. Hot chocolate was okay. This was like out of 10. Or 3.5. That was okay. 4. Okay. ഈ ഐസ് ടീ ഒരു 2 to 3.5. ഹോട്ട് ചോക്ലേറ്റ് വാസ് ഗുഡ് അല്ലേ? അതിനൊരു ഇതില്ല. പക്ഷേ ഈ സിറപ്പിന് തീരെ ഷുഗർ ഇല്ലേ? പിന്നെ ഐസ് പീസസ് കുറേ കൂടുതലായോണ്ട് എന്താ ഐസ് അഴിഞ്ഞ് വെള്ളമായിട്ട് പഞ്ചസാര തീരില്ല. ക്യാപ്ച്ചിനോ പിന്നെ നോർമൽ. പിന്നെ നമ്മളവിടെ ഒന്നുകൂടെയൊക്കെ കറങ്ങി. അവിടുന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് കുറച്ച് ലൈക്ക് ബുക്സ് ഫ്രീ ആയിട്ട് ഉണ്ടായിരുന്നു. അത് എടുത്തോളം പറഞ്ഞു. അതെന്താണെന്നറിയില്ല. ആൻഡ് പിന്നെ നമ്മൾ എമൗണ്ട് ഒക്കെ പേ ചെയ്ത് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കേക്ക്സ് ഒക്കെയാണ് കേട്ടോ പേ ചെയ്തപ്പോൾ 850 ആയിരുന്നു ഈ ഒരു 4 തിങ്സിന്. ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ് ലിറ്റിൽ മോർ എക്സ്പെൻസീവ്. അതിനുള്ളൊരു വർത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറി. വിളിച്ചു ചോദിച്ചപ്പോൾ ലൈക്ക് 7:15, 8:15 ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കയറി ഹൈക്കോർട്ടിലെത്തി. ആൻഡ് ഇറ്റ് വാസ് അവർ ഫസ്റ്റ് എക്സ്പീരിയൻസ് വാട്ടർ മെട്രോ എല്ലാവരുടെയും. സോ ദാറ്റ് വാസ് സോ ഗുഡ്.
മറൈൻ ഡ്രൈവിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു പാർട്ടിൻ്റെ എന്തോ ഫങ്ഷൻ ഉണ്ടായിരുന്നു അവിടുത്തെ ഗ്രൗണ്ടിൽ. അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഒരു ബ്രിഡ്ജില്ലേ അവിടെ വന്നിട്ട് പിന്നെ നമ്മൾ ഓൾറെഡി സ്റ്റൊമക്ക് എല്ലാവരുടെയും ഫുള്ളായിരുന്നു. ബിക്കോസ് കഫേയിൽ കയറിയിട്ട് അതും ഇതൊക്കെ കഴിച്ചിട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ലെറ്റ്സ് ഗോ ടു എ നിയർ ബൈ മാർജിൻ സൂപ്പർ മാർക്കറ്റ് ആൻഡ് കുറച്ച് ഫ്രൂട്ട്സും ക്യൂക്കമ്പർ മേടിച്ചിട്ട് വിൽ ഹാവ് ദാറ്റ് ഫോർ ഡിന്നർ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു കഫേയിലേക്ക് വന്നു. സോ ഡൊമിനിക് ഫിലിം കണ്ടവർക്ക് ഈ ഒരു സൂപ്പർ മാർക്കറ്റ് അറിയുന്നുണ്ടാവും. സിൽക്കോൺ എന്ന് പറഞ്ഞിട്ട് ഡൊമിനിക് ഫിലിമിനകത്തുള്ള സൂപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ. ഞാൻ ആ ഫിലിം കണ്ടപ്പോഴാണ് ഓക്കെ ഇത് നമ്മൾ പോയാണല്ലോ എന്നാലോചിച്ചത്. അപ്പോൾ അവിടുന്ന് നമ്മൾ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് പിന്നെ റൂമിൽ പോയി അത് കട്ട് ചെയ്ത് കഴിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആപ്പിൾ, ക്യൂക്കമ്പർ, ഗ്രേപ്സ് അങ്ങനെ ഭയങ്കര കുറച്ച് എടുത്തിട്ട് നമ്മൾ റൂമിൽ ചെന്ന ഫ്രൂട്ട്സൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു സിനിമയൊക്കെ കണ്ട് നെറ്റ്ഫ്ലിക്സിലൊരു മൂവി കണ്ടു. ഒരു ഹിന്ദി മൂവി ആയിരുന്നു എന്നാണ് തോന്നുന്നത്, കരീന കപൂറിൻ്റെ മൂവി കണ്ട് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് പിന്നെ നമ്മൾ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ട് പൂളിലേക്ക് രണ്ടുപേര് പുള്ളിൽ ചാടി. ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കാലിട്ടിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ഔട്ട് ടൈം 11:30 ഒക്കെ ആയിരുന്നു, 11 ആയിരുന്നു. അപ്പം നമ്മൾ ഓൾറെഡി റെഡി ആയിട്ട് പല വഴിക്കും. ഇത് നമ്മൾ കുറേ നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗേൾസ് സ്റ്റേക്കേഷൻ ആയിരുന്നു. ഞങ്ങൾ മാത്രമായിട്ടുള്ള കോളേജ് കഴിഞ്ഞപ്പോൾ മുതൽ ആൻഡ് ലാസ്റ്റ്ലി ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് നടന്നത്. ആൻഡ് ഇറ്റ് വാസ് സോ ഹാപ്പി. I know you're scared, you wanna hide away sometimes. I know you're hurt from everyone telling you lies. I bet you just wanna lose your mind. I know you're hurt